ഒരിടത്തൊരിടത്തൊരു മുത്തശ്ശിയുണ്ടായിരുന്നു. അവരുടെ കഥകളും കവിതകളും താരാട്ടുപാട്ടുകളും എല്ലാവർക്കും പ്രിയങ്കരമായിരുന്നു. അതേറ്റുപാടിയും പകർന്നുകൊടുത്തും മുത്തശ്ശിയുടെ വാമൊഴികൾ വരമൊഴികളിലൂടെ തലമുറ കൈമാറി. കൂട്ടുകുടുംബമായി സന്തോഷത്തോടെയും ഐക്യത്തോടെയും ഉള്ളത് പങ്കുവെച്ച് ജനങ്ങൾ കഴിഞ്ഞു. ആ കഥകളിലെ മൂല്യബോധങ്ങൾ മനുഷ്യമനസ്സുകളിൽ വെളിച്ചം വിതറി. അങ്ങനെയിരിക്കെ നാട്ടിൽ മറ്റൊരു സുന്ദരി കടന്നുവന്നു. അവരുടെ ജീവിതരീതിയും സൗകര്യങ്ങളും കണ്ടു പലരും ആകൃഷ്ടരായി. അങ്ങനെ അവരുടെ കഥകളും കവിതകളും മക്കൾക്ക് പകർന്നു കൊടുക്കുന്നത് അഭിമാനബോധത്തിന് ആവശ്യമാണെന്ന ചിന്ത ജനങ്ങളിൽ വന്നുചേർന്നു. സുന്ദരിയുടെ കുടുംബക്കാർ നൽകിയ മാറിക്കൊണ്ടിരുന്നു. തൊഴിലവസരങ്ങൾക്കായി ജനങ്ങൾ മത്സരിച്ചു. സ്വാർത്ഥതയുടെ നെടുംതൂണുകളായവർ മാറി. പിന്നീട് പല അപ്സരസ്സുകളും ഹൂറികളും ആ നാട്ടിൽ ചേക്കേറി. അങ്ങനെ സ്വത്വം മറന്നവർ മറ്റൊരു കൂട്ടിലേക്ക് ചേക്കേറി. പിന്നീടെല്ലാം അടിമുടി മുത്തശ്ശിയെ എല്ലാവരും പാടെ മറന്നുപോയി. അവരുടെ കഥ പോലും പറയുന്നത് നാണക്കേടായി കരുതി. അധികാരികൾ മുത്തശ്ശിക്ക് പല പദവികളും നൽകി. അതിലൊന്നും നേട്ടമുണ്ടായില്ല. ആരുടെയോ കണ്ണിൽ പൊടിയിടും പോലേതും പോയി. ആരും എത്തിനോക്കാനില്ലാതെ മുത്തശ്ശി എന്നേക്കുമായി ഒറ്റപ്പെട്ടു. എന്നിട്ടും മുത്തശ്ശിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഇരുളിൽ അകപ്പെട്ട മിന്നാമിനുങ്ങുന്ന പോലെ.